ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ശിവൻ ശയനരൂപത്തിൽ വാഴുന്ന ലോകത്തിലെ ഏക മഹാക്ഷേത്രത്തെ പറ്റിയാണ്. ഇത് സുരട്ടുപള്ളി പള്ളികൊണ്ടേശ്വർ ക്ഷേത്രമാണ്. സാധാരണയായിട്ട് നമ്മൾ വിഷ്ണു ഭഗവാനെയാണ് ശയനരൂപത്തിൽ ദർശിക്കാറുള്ളത്, ശരിയല്ലേ? എന്നാൽ പരമശിവൻ പള്ളി കൊള്ളുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ആന്ധ്രാപ്രദേശത്തിലെ ചിറ്റൂർ ജില്ലയിലുള്ള സുരുട്ടുപള്ളി പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ ഉള്ള ഊറ്റുകോട്ടയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ഈ പുണ്യകേന്ദ്രം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പാലാഴി മദനവേളയിൽ ഉയർന്നു വന്ന മാരകമായ ഹലാഹല വിഷം ലോക രക്ഷാർത്ഥം ഭഗവാൻ ശിവൻ പാനം ചെയ്തു. വിഷം ഉള്ളിലേക്കിറങ്ങാതെ പാർവതീ ദേവി ഭഗവാനെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ചു. ശിവന്റെ തളർച്ചയാൽ ഭഗവാൻ പാർവതിയുടെ മടിയിൽ തലചായ്ച്ച് മയങ്ങി. ഈ ശയനരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ പള്ളികൊണ്ടേശ്വരനായി വാഴുന്നത്. സകല ദേവന്മാരും ഭഗവാന് ചുറ്റും കാവൽ നിന്നതിനാൽ ഇവിടം സുരർ പള്ളി എന്നും പിന്നീട് സുരുട്ടുപള്ളി എന്നും അറിയപ്പെടുന്നു. ഇനി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നാൽ, പ്രദോഷത്തിൻ്റെ ഉത്ഭവം. ഭഗവാൻ ആദ്യമായി പ്രദോഷ നൃത്തം ആടിയതും ലോകത്ത് ആദ്യമായി പ്രദോഷ പൂജ നടന്നതും ഈ ക്ഷേത്രത്തിലാണ്. അതിനാൽ ഇവിടം പ്രദോഷക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. വാൽമീകീശ്വരൻ, വാൽമീകി മഹർഷി പൂജിച്ച സ്വയംഭൂ ലിംഗം ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠിച്ചുമുണ്ട്. അങ്ങനെ രാമലിംഗേശ്വരൻ, അതായത് രാവണവധത്തിനു ശേഷം ശ്രീരാമൻ നേരിട്ട് പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇത്. ഇതിനാൽ ഇവിടം അപരരാമേശ്വരം എന്നും അറിയപ്പെടുന്നു. മരതാംബിക പാർവതീദേവി ഇവിടെ മരതാംബികയായി കുടികൊള്ളുന്നു. സാളഗ്രാമ ഗണപതി, അതാണ് അടുത്ത ഒരു അത്ഭുതം. ഇത് അത്ഭുതകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗണപതി വിഗ്രഹമാണ്. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകതയെന്ന് പറയാം. ലവകുശന്മാരുടെ പാദമുദ്ര പതിഞ്ഞ പീഠവും ഗംഗയ്ക്ക് തുല്യമായ അരണിയാറും ഇവിടുത്തെ ഈ ക്ഷേത്രത്തെ പവിത്രമാക്കുന്നു. ഇനി ഈ ക്ഷേത്ര ദർശനം സകല രോഗദുരിതങ്ങളും നീക്കും, വിഷഭയം അകറ്റാനും ശിവജ്ഞാനം ലഭിക്കാനും മോക്ഷപ്രാപ്തിക്കും പള്ളികൊണ്ടേശ്വര ദർശനം ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ട വഴി ചെന്നൈ തിരുപ്പതി ഹൈവേയിൽ ഊറ്റുകോട്ടയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിൽ വരുന്നവർക്ക് തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് മാർഗം ഊറ്റുകോട്ടയിലെത്താം. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ള. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ ഞാനിടുന്ന ഓരോ വീഡിയോയും ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരെ നന്ദി, നമസ്കാരം.